പൊട്ടൻഷ്യോമെട്രിക് ടൈട്രേഷൻ്റെ ബേസിക് കാര്യങ്ങളെല്ലാം നമ്മൾ മുന്നത്തെ ക്ലാസ്സിൽ പറഞ്ഞു. ഇന്ന് നമ്മൾ ചെയ്യുന്നത് അത് പ്രാക്ടിക്കൽ ലാബിൽ അതെങ്ങനെയാണ് ചെയ്യുന്നത് എന്നുള്ളതാണ്. അപ്പോൾ പൊട്ടൻഷ്യോമെട്രിക് ടൈട്രേഷൻ ഓഫ് HCl യൂസിങ് NaOH ആണ്. പൊട്ടൻഷ്യോമെട്രിയിൽ നമ്മൾ യൂസ് ചെയ്യുന്നത് കലോമൽ ഇലക്ട്രോഡും പ്ലാറ്റിനം ഇലക്ട്രോഡുമാണ്. ക്യുൻഹൈഡ്രോൺ ആഡ് ചെയ്യുന്നുണ്ട്. ഇത് എങ്ങനെയാണ് ലാബിൽ നമ്മൾ എക്സ്പെരിമെൻറ്റ് ചെയ്യുന്നത് എന്നുള്ളതാണ് നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത്. ഓക്കെ, നമുക്ക് നോക്കാം. ഇത് അറൗണ്ട് 1 ഓർഗൻ HCl നമ്മൾ ഉണ്ടാക്കിയത് നമ്മൾ ബ്യൂററ്റിൽ ഫില്ല് ചെയ്യുന്നതാണ്. ബ്യൂററ്റിൽ നിന്ന് നമ്മളൊരു 100 ml സ്റ്റാൻഡേർഡ് ഫ്ലാസ്കിലേക്ക് 10 ml ഒഴിക്കുകയാണ്. അപ്പോൾ നമ്മൾ ബ്യൂററ്റിൽ നിന്ന് ഉപയോഗിക്കാനുള്ള കാരണം എന്ന് പറഞ്ഞാൽ എക്സാമിന് നിങ്ങൾക്ക് അൺനോൺ തരിക ബ്യൂററ്റിൽ നിന്ന് ഫില്ല് ചെയ്തിട്ടാണ്. അതുകൊണ്ടാണ് നമ്മൾ ബ്യൂററ്റിൽ ആ എറർ മിനിമൈസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ബ്യൂററ്റിൽ നിന്ന് തന്നെ സ്റ്റാൻഡർഡൈസേഷനും ചെയ്യുന്നത്. ഇത് നമ്മൾ മേടത്ത് 100 ml. മാർക്ക് വരെ ആക്കിയിട്ട് നന്നായിട്ട് ഷേപ്പ് ചെയ്യും. ഇനി നമുക്ക് ഇതിൽ നിന്ന് ഈ മേക്കപ്പ് പേപ്പർ സൊല്യൂഷനിൽ നിന്ന് 20 ml ഈ ബീക്കറിൽ എടുക്കണം. ഈ ബീക്കറിലാണ് നമ്മൾ കണ്ടക്ടോമെട്രി പൊട്ടൻഷ്യോമെട്രി എക്സ്പെരിമെന്റ്സ് എല്ലാം ചെയ്യുക. അപ്പോൾ ആദ്യം ഞാൻ ബ്യൂററ്റ് പിപ്പറ്റ് വാഷ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇതൊന്ന് റിൻസ് ചെയ്യണം. ഇതിൽ ഫസ്റ്റ് ബീക്കറിലേക്ക് ഒഴിച്ചു. കണ്ടക്ടോമെട്രി ചെയ്യുമ്പോൾ നമുക്ക് 2 പ്രാവശ്യം ചെയ്ത് നോക്കാം. ഒരു പ്രാവശ്യം ചെയ്ത് നമ്മൾ ലാബിൽ വോളിയോമെട്രി ചെയ്യുന്ന പോലെ തന്നെ കൺകോർഡൻ്റ് ആണോ നോക്കാൻ വേണ്ടിയിട്ട് ഒന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് 2 പ്രാവശ്യം ചെയ്ത് നോക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഈ 2 ബീക്കറുകൾ വെച്ചിട്ടുള്ളത്. ഇതാണ് നമ്മൾ പൊട്ടൻഷ്യോമീറ്ററിൽ അവിടെ ഓണാക്കിയിട്ട് ഇവിടെ ബാക്കിൽ ഒരു നോബുണ്ട്, അത് തിരിച്ചാൽ നമ്മൾ പൊട്ടൻഷ്യോമീറ്റർ ഓണാണ്. പിന്നെ മില്ലി വോൾട്ടിലാണ് വെക്കുന്നത്. 200 മില്ലി വോൾട്ട് ഇവിടെ റേഞ്ച് കൊടുക്കുക. പിന്നെ ഇതിൽ യൂസ് ചെയ്യുന്ന ഇലക്ട്രോഡുകൾ 2 ഇലക്ട്രോഡ്സാണ് യൂസ് ചെയ്യുന്നത്. അതിൽ ഫസ്റ്റ് വൺ പ്ലാറ്റിനം ഇലക്ട്രോഡാണിത്. പ്ലാറ്റിനം ഇലക്ട്രോഡിനെ ഒന്ന് വാഷ് ചെയ്തിട്ട് സ്റ്റാൻഡിൽ വെക്കുക.
പ്ലഗ് ഇതിന്റെ ബാക്കിൽ കുത്താനുള്ള ഒരു നോബുണ്ട് അവിടെ പ്ലഗ് ചെയ്യും. സെക്കൻഡ് ഇലക്ട്രോഡ് എന്ന് പറയുന്നത് കലോമൽ ഇലക്ട്രോഡാണ്. കലോമൽ ഇലക്ട്രോഡും ഇതേപോലെ തന്നെ ഒന്ന് വാഷ് ചെയ്ത് ഇതാണ് നമ്മുടെ സൊല്യൂഷൻ. പൊട്ടൻഷ്യോമെട്രിയിൽ നമ്മൾ പൊട്ടൻഷ്യൽ കോൺസ്റ്റന്റ് ആയിട്ട് നിർത്താൻ വേണ്ടിയിട്ട് അല്പം ക്യുൻഹൈഡ്രോൺ ആഡ് ചെയ്യും. ആ ക്യുൻഹൈഡ്രോൺ ആഡ് ചെയ്ത് അപ്പൊ നമ്മൾ ആദ്യം ഇതിനൊന്ന് അല്പം ഡൈല്യൂട്ട് ചെയ്യുക. പിന്നെ കുറച്ച് ക്യുൻഹൈഡ്രോൺ ആഡ് ചെയ്യുക. ഇലക്ട്രോഡ് ഇതിൽ ടച്ച് ചെയ്യണം. പിന്നെ ഹൈഡ്രോൺ ആവശ്യത്തിനുണ്ടെന്ന് ഉറപ്പിക്കുക, അല്ലെങ്കിൽ പൊട്ടൻഷ്യൽ സ്റ്റേബിൾ ആയിട്ട് നിൽക്കില്ല. അപ്പോൾ പൊട്ടൻഷ്യൽ സ്റ്റേബിൾ ആയിട്ട് നിൽക്കുന്നില്ല എന്ന് കണ്ടാൽ അപ്പോൾ മനസ്സിലാക്കിയ പിന്നെ ഹൈഡ്രോൺ ആവശ്യത്തിനില്ല എന്നുള്ളത് അപ്പോൾ കുറച്ച് ആവശ്യത്തിന് ആഡ് ചെയ്യും. ഇപ്പോൾ നമ്മൾ HCl സൊല്യൂഷനാണ്. HCl സൊല്യൂഷന് നമ്മൾ ഉണ്ടാക്കിയ അറൌണ്ട് 1 നോർമൽ HCl നിന്ന് 10 ml എടുത്ത് 100 ആക്കി മേക്കപ്പ് ചെയ്ത് അതിൽ നിന്ന് 20 ml എടുത്ത് സൊല്യൂഷനാണിത്. ഇപ്പൊ നമ്മള് NaOH ഒന്നും ആഡ് ചെയ്തിട്ടില്ല. 0 NaOH വോളിയത്തില് നമുക്ക് കിട്ടിയ പൊട്ടൻഷ്യലാണ് 314. അപ്പൊ അത് എഴുതുക. ദ വോളിയം ഓഫ് NaOH 0, പൊട്ടൻഷ്യൽ കിട്ടിയത് 314. ഇനി നമ്മൾ ഫസ്റ്റ് ടൈം നമ്മൾ എന്താ ചെയ്യുന്നത് വെച്ചാൽ ഈ പൊട്ടൻഷ്യൽ ഇതിന്റെ എൻ പോയിന്റ് ഏത് റേഞ്ചിലാണ് വരുന്നത് എന്ന് കണ്ടെത്തണം. അപ്പൊ അതിന് വേണ്ടിയിട്ട് നമ്മൾ 2 ml NaOH ആഡ് ചെയ്തിട്ട് അതിന്റെ പൊട്ടൻഷ്യലിനുള്ള ചേഞ്ച് മനസ്സിലാക്കുക. എന്നിട്ട് നമ്മൾ എൻ പോയിന്റ് ഉള്ളിടത്ത് എന്താ വെച്ചാൽ നല്ല ഹൈ ഡിക്രീസ് ഇൻ പൊട്ടൻഷ്യൽ കാണിക്കും. അതാണ് നമ്മളെ എൻ പോയിന്റിന്റെ റീജിയൻ എന്നുള്ളത് മനസ്സിലാക്കാനാണ് ഫസ്റ്റ് നമ്മൾ ചെയ്യുന്നത്. അപ്പൊ അതിന് വേണ്ടിയിട്ട് NaOH എടുത്തു വെച്ചിട്ടുള്ളതാണ്. ഇത് 0 മാർക്കിലാക്കുക. ഇനി 2 ml ആഡ് ചെയ്യുക. ആഡ് ചെയ്തു. ഇനി ഈ ഇലക്ട്രോഡുകൾ ഒന്ന് പൊക്കിയിട്ട് നന്നായിട്ട് ഷേക്ക് ചെയ്യുക. എന്നിട്ട് ഇലക്ട്രോഡ് ആക്കി കൊടുക്കുക. ഇപ്പൊ 2 ml റീഡിങ് ആഡ് ചെയ്യുന്നുണ്ട്. ഇനി അടുത്ത 2 ml കൂടി ആഡ് ചെയ്യുക.
ഇനി ഈ പ്രോസസ്സ് റിപ്പീറ്റ് ചെയ്യാം. സിക്സ് ml 308. Eight ml. Eight ml 278. അടുത്തത് 10 ml ആണ് അടുത്തത് നമ്മൾ ഒഴിക്കാൻ പോകുന്നത്. അപ്പോൾ കാണുന്നുണ്ടാവും പൊട്ടൻഷ്യൽ -113 പൊട്ടൻഷ്യൽ കാണുന്നില്ല. അപ്പം 10 ml -111 എത്തി എന്ന് പറഞ്ഞാൽ ഈ 8-ന്റെയും 10-ന്റെയും ഇടയിലാണ് ഭയങ്കര അബ്രപ്റ്റ് ചേഞ്ച് വന്നത്. അപ്പൊ അവിടെയാണ് നമ്മളെ എൻഡ് പോയിന്റ് എന്നുള്ളത് മനസ്സിലാക്കുക. ഇനി ഒരു 2 ml കൂടെ അത് ആഡ് ചെയ്ത് കൊടുത്തിട്ട് ഒന്നുകൂടെ ഒന്ന് ചെക്ക് ചെയ്തിട്ട് നമുക്കിപ്പം എവിടെയാണ് നമ്മുടെ റേഞ്ച് എന്നുള്ളത് കിട്ടിയത്. ആ റേഞ്ച് കാണാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ 2 ml വീതം ആഡ് ചെയ്തിട്ട് ചെയ്യുന്നത്. ml -191. അപ്പൊ നമ്മളെ റേഞ്ച് 8-ന്റെയും 10-ന്റെയും ഇടയിലാണ് നമ്മളെ എൻഡ് പോയിന്റ് എന്നുള്ളത് മനസ്സിലാക്കി. ഇനി അടുത്തത് നമ്മൾ അക്യുറേറ്റ് ഏത് ml-ലാണ് നമ്മളെ എൻഡ് പോയിന്റ് വരിക എന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ഇതിനെ 0.1 ml ആഡ് ചെയ്തിട്ട് പൊട്ടൻഷ്യൽ റീഡ് ചെയ്യാണ്. ഇനി അടുത്തത് അക്യുറേറ്റ് എൻഡ് പോയിന്റ് എവിടെയെന്ന് കണ്ടെത്താൻ വേണ്ടിയിട്ട് നമ്മൾ ഒരു ബീക്കറിലും കൂടെ 20 ml മെഷർ ചെയ്ത് വെച്ചിട്ടില്ലേന്നോ പിപ്പറ്റേക്ക്. ആ ബീക്കറാണിത്. ഇതിൽ ചെയ്യാം. അപ്പൊ ആദ്യം ഇതൊന്ന് ഡൈല്യൂട്ട് ചെയ്തു. പിന്നെ നമ്മള് നേരത്തെ ചെയ്ത പോലെ തന്നെ ഹൈഡ്രോൺ ഇട്ടു. ഇത് ഞാൻ ഇലക്ട്രോഡൊക്കെ ഒന്ന് വാഷ് ചെയ്ത് വെച്ചു. ഇനി ഇലക്ട്രോഡ് ഇതിലേക്ക് ഡിപ്പ് ചെയ്യാം. ഇലക്ട്രോഡ് ഡിപ്പ് ചെയ്യുന്നില്ലെങ്കിൽ നമുക്ക് വെള്ളം ഒഴിക്കാം. ഡൈല്യൂഷൻ എത്ര ഡൈല്യൂട്ട് ആയാലും നമ്മുടെ പൊട്ടൻഷ്യൽ മെഷർമെന്റിൽ പ്രശ്നമൊന്നും വരില്ല. ഹൈഡ്രോൺ ആവശ്യത്തിന് ഇടണം. അപ്പം 0 വോളിയം എണ്ണ ഒഴിച്ചൊഴിക്കുന്നതിന് മുന്നേ ഉള്ള റീഡിംഗ് ആണിത്. 0ക്ക് 345. ഇനി നമുക്ക് 8-ന്റെയും 10-ന്റെയും ആണ് ഇടയിലാണ് നമ്മളെ എൻഡ് പോയിന്റ് കിടക്കുന്നത് എന്നുള്ളത് നമ്മൾ ഓൾറെഡി കണ്ടെത്തി കഴിഞ്ഞു. അപ്പൊ നമുക്ക് അത് വരെയുള്ളത് വേണമെങ്കിൽ 1 ml ആയിട്ട് നമുക്ക് ഗ്രാഫ് വരയ്ക്കാൻ കുറച്ചുകൂടി ഈസി ആവാൻ വേണ്ടിയിട്ട് 1 ml ആയിട്ട് വെച്ച് റീഡിംഗ് ഒന്ന് എഴുതി വെക്കാം. അല്ലെങ്കിൽ നമ്മളെ ഗ്രാഫിൽ 0 മുതലുള്ള റീഡിംഗ് ഉണ്ടാവില്ലല്ലോ. ഇത് എന്നെ വെച്ച് 0 മാർക്കിൽ ചെയ്തു വെച്ചതാണ്. ഇത് 1 ml ഒഴിക്കാം. 1 വേണ്ട നമ്മൾ നേരത്തെ ചെയ്ത പോലെ 2 ml വീതം ഒഴിച്ചാലും മതി. അത് നമ്മൾ ഇഷ്ടം പോലെ ചെയ്യാം. കാരണം അത് നമുക്ക് ഗ്രാഫിൽ റീഡിംഗ് ഉണ്ടാവാൻ വേണ്ടിയിട്ട് ചെയ്യുന്നതാണ്. 2 ml ഒഴിച്ചു, ഷേക്ക് ചെയ്തു, ഇലക്ട്രോഡുകൾ ഇറക്കി. 2 ml റീഡിംഗ് 3 കോൺസ്റ്റന്റ് ആവുമ്പോൾ എന്നിട്ട് എടുക്കും. 342, 341, 340, 41 340.
ഇനി അടുത്ത 2 ml എടുക്കുക. അപ്പോൾ 4 ml, 4ന്റെ റീഡിങ് 339 കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. കോൺസ്റ്റന്റ് ആണ്. 6 ml. അടുത്തത് 6 ml. 6 ml. $328. അടുത്തത് 8 ml. $8 ml, 3 300. ഈ 8 മുതൽ നമ്മളിതിന്റെ ഓരോ 0.1 ml വീതമാണ് വെക്കുന്നത്. അപ്പൊ 0.1 ml പറയുമ്പോൾ നമ്മളൊരു ഡ്രോപ്പിന്റെ ഒരു കണക്കുണ്ടാക്കി വെച്ചാൽ മതി. അപ്പൊ നമുക്ക് ഒഴിക്കാൻ കുറച്ച് എളുപ്പമാവും. ഇത് ഞാൻ ആദ്യം ഒരു 2 ഡ്രോപ്പ് ഒഴിക്കുന്നു. 2 ഡ്രോപ്പ് 8.1 ആയി. അത് ബ്യൂററ്റുകളുടെ വ്യത്യാസത്തിനനുസരിച്ചിട്ട് ഡ്രോപ്പിന്റെ എണ്ണത്തിന്റെ വ്യത്യാസം ഉണ്ടാവും. ഇതിലിപ്പോ 2 ഡ്രോപ്പ് ഒഴിച്ചപ്പോ 0.1 ആണ്. അത് എല്ലാത്തിലും അങ്ങനെ ആയിക്കോളുന്നില്ല. അപ്പൊ ആദ്യത്തെ പ്രാവശ്യം ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുക. ഈ 0.1 ml 8.1ന് 3 കോൺസ്റ്റന്റ് ആവട്ടെ. 301. അടുത്തത് 8.2. 2 ഡ്രോപ്പ് വെച്ചാലും നമ്മളിതൊന്ന് ചെക്ക് ചെയ്യണം കേട്ടോ. 8.2 തന്നെയല്ലേ 0.1 ml പോയില്ലേ എന്നുള്ളത് ചെക്ക് ചെയ്തിട്ട് വേണം വെക്കാൻ. .2 298. $8.3. $293. 8.4. $290. 8.5. 2.5 ആയിട്ടില്ലേ ചെക്ക് ചെയ്യാം. $288. $8.6. 280.
8.7. ഫോറിന് 116 ആയി. 9.5. 9.5ന് 1.5. 102. 100. 9.98 for constant. Ini 9.6. 9.6. Nine point six ini. Eighty-two. Ini 9.7. 9.7. Seven. Five. 65. 9.8 ആണ്. 10.8. Nine point eight with 28. അടുത്തത് 9.9. 9.9 minus 22. Minus 22. Minus 22. Minus 21. Constant ആവുന്ന പോലെ നോക്കാം. 10. 10. minus 41. Minus 41. 10.1.
-55. നമ്മൾ എൻഡ് പോയിന്റ് ആണ്. ഇനി നമുക്ക് ഗ്രാഫിൽ കുറച്ച് പോയിന്റ്സ് ഉണ്ടാവാൻ വേണ്ടിയിട്ട് നമ്മൾ കുറച്ച് റീഡിങ്ങും കൂടെ എൻഡ് പോയിന്റ് കഴിഞ്ഞാലും എടുക്കണം. ഇനി ഞാൻ 11 എടുക്കണം. 11 ml വെച്ചാണ് പറയുന്നത്. അല്ലെങ്കിൽ നമ്മൾ ഗ്രാഫ് വരക്കുമ്പോൾ അത് ഒരു ബ്രേക്ക് ചെയ്ത പോലെ കിടക്കും. അപ്പം എൻഡ് പോയിന്റ് കഴിഞ്ഞിട്ടും കുറച്ച് പോയിന്റ്സ് ഉണ്ടാവാൻ വേണ്ടിയിട്ട് കുറച്ച് പോയിന്റുകൾ എടുക്കാണ്. 11 ml -98, 12 ml -118, 13 ml -138, 14 ml -151. ഓക്കെ, ഇനി നമ്മൾ സെയിം രീതിയിൽ തന്നെ നമുക്ക് റിപ്പീറ്റ് ചെയ്ത് നോക്കണം എന്നുണ്ടെങ്കിൽ റിപ്പീറ്റ് ചെയ്ത് നോക്കാം. അതിന് വേണ്ടിയിട്ടാണ് ഞാൻ ഈ 20 ml എടുത്ത് വെച്ചിട്ടുള്ളത്. ഇതിൽ സെയിം പ്രൊസീജിയറിൽ ഒരു 6 വരെ 8 വരെ ഉള്ളത് 2, 4, 6, 8 വരെ ചെയ്തിട്ട് പിന്നെ 8.1, 8.2 അങ്ങനെ ചെയ്ത് 10.1 വരെ ചെയ്യാം. പിന്നെ കുറച്ച് റീഡിങ് കൂടെ എടുത്ത് നോക്കാൻ വേണ്ടിയിട്ട് ഇതൊന്ന് റിപ്പീറ്റ് ചെയ്ത് നോക്കാം. നമുക്ക് നമ്മൾ വോളിമെട്രിയിലൊക്കെ കൺകോർഡന്റ് ആക്കുന്ന പോലെ ഇതൊന്ന് റിപ്പീറ്റ് ചെയ്ത് നോക്കാൻ വേണ്ടി ചെയ്യാം. ഓക്കെ ഓക്കെ അപ്പം ഇനി ഇതിൻ്റെ ഗ്രാഫ് എങ്ങനെയാണ് പ്ലോട്ട് ചെയ്യുക എന്നുള്ളതാണ് നമ്മൾ നെക്സ്റ്റ് നോക്കുന്നത്. അപ്പോൾ നമ്മളിത് സാധാരണ ലാബിൽ നിങ്ങൾ ചെയ്യുമ്പോൾ ചിലപ്പോൾ ഗ്രാഫ് പേപ്പറിലൊക്കെ ആയിരിക്കും വരക്കുന്നത്. ഇത് ഞാൻ കുറച്ചുകൂടെ നല്ല രീതിയിൽ കമ്പ്യൂട്ടറിൽ നിങ്ങൾക്ക് എങ്ങനെ വരക്കാൻ പറ്റുമെന്നുള്ളതാണ് കാണിച്ചു തരുന്നത്. അത് ഞാൻ ഈ തുറന്നു വെച്ചിട്ടുള്ളത് എക്സലാണ്. എക്സലിൽ നമുക്ക് കിട്ടിയ റീഡിങ് വോളിയം ഓഫ് NaOH ഓരോ വോളിയം ഒഴിക്കുമ്പോഴും നമുക്ക് കിട്ടിയ പൊട്ടൻഷ്യൽ ഞാനിവിടെ എഴുതി വെച്ചു. ഇനി നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മൾ E വേഴ്സസ് V പ്ലോട്ട് വരക്കാം. അപ്പോൾ കിട്ടുന്നതിനേക്കാളും കുറച്ചുകൂടെ അക്യുറേറ്റ് ആയിട്ട് എൻഡ് പോയിന്റ് കിട്ടുക ΔE/ΔV വേഴ്സസ് വോളിയം ഓഫ് NaOH പ്ലോട്ട് ചെയ്യുമ്പോഴാന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇതിൽ നമ്മൾ സാധാരണ കാൽക്കുലേറ്ററിൽ കാൽക്കുലേറ്റ് ചെയ്യുകയൊക്കെ ചെയ്യല്ലേ. എക്സലിലാവുമ്പോൾ നമുക്ക് കുറച്ച് ഈസി ആയിട്ട് ഇത് എങ്ങനെ ചെയ്യാൻ പറ്റും എന്നുള്ളത് നോക്കാം. കാൽക്കുലേഷൻ സ്റ്റെപ്പൊക്കെ കുറച്ചുകൂടെ ഈസി ആയിരിക്കും. നോക്കുക, ഇവിടെ ΔV എങ്ങനെ കാണുക എന്നുള്ളതാണ്. ΔVക്ക് ആദ്യം ഒരു ഈക്വൽ സൈൻ കൊടുക്കുക. ഇനി വോളിയത്തിൻ്റെ ചേഞ്ചാണ്. അപ്പോൾ ഫസ്റ്റ് വൺ നമ്മൾ 0 കൊടുക്കുക, അത് 0 ആക്കുക. ഇനി 2 ml ഒഴിക്കുമ്പോൾ ഉള്ളതാണ് നമ്മൾ ΔV എടുക്കുന്നത്. ΔV ചെയ്യാന്ന് വെച്ചാൽ ഈക്വൽ സൈൻ കൊടുത്തിട്ട് ദിസ് വൺ മൈനസ് ദിസ് വോളിയം. അപ്പോൾ അവിടെ 2 കിട്ടി. ഇനി 2 കിട്ടിക്കഴിഞ്ഞാൽ ഇനി താഴെ ഉള്ളത് വരെ ചെയ്യാൻ നമ്മളിതാ ഈ ടേബിളിൻ്റെ മൂലയിൽ ചെന്ന് ഈ പ്ലസ് ക്ലിക്ക് വന്നാൽ താഴത്തേക്ക് ഡ്രാഗ് ചെയ്താൽ മതി. അപ്പോൾ എല്ലാത്തിൻ്റെയും റിസൾട്ട് ഒന്നിച്ച് കിട്ടും. എല്ലാത്തിൻ്റെയും ΔV കിട്ടും. ഇനി ΔE അതും ഇതുപോലെ തന്നെ നമുക്ക് മൈനസ് ചെയ്തിട്ട് കാണാൻ പറ്റും. ഒറ്റ സ്റ്റെപ്പിൽ തന്നെ നമുക്ക് എല്ലാത്തിൻ്റെയും ΔEയും ΔVയും കിട്ടും. ഡ്രാഗ് ചെയ്താൽ നമുക്ക് ഫുൾ റിസൾട്ട് കിട്ടി. ഇനി ΔE/ΔV ഈക്വൽ സൈൻ കൊടുക്കുക. ΔE എന്ന് പറയുന്നത് ഇത് ഡിവൈഡഡ് ബൈ ΔV എന്ന് പറയുന്നത് ഇത്. എൻ്റർ കൊടുക്കുക. എൻ്ററാണ് ഞാൻ കൊടുക്കുന്നത് കേട്ടോ റിസൾട്ട് വരാൻ. എന്നിട്ട് നമ്മൾ അതിൽ ക്ലിക്ക് ചെയ്തിട്ട് പ്ലസ് സൈൻ വന്നാൽ താഴത്തേക്ക് ഡ്രാഗ് ചെയ്യാം. അപ്പോൾ നമ്മൾ റിസൾട്ടുകൾ കിട്ടി. നമുക്ക് ΔE/ΔV കിട്ടി. വോളിയം ഓഫ് NaOH V. അപ്പോൾ എക്സ് ആക്സിസിൽ വോളിയം ഓഫ് NaOHും വൈ ആക്സിസിൽ ΔE/ΔVയും ആണ് നമുക്ക് വേണ്ടത്. ഇനി ഗ്രാഫ് വരക്കുന്നത് ഞാൻ ഒറിജിനലാണ്. അപ്പോൾ എക്സ് ആക്സിസിലുള്ള വോളിയം ഓഫ് NaOH ഇവിടുന്ന് മൊത്തമായിട്ട് കോപ്പി കൊടുക്കുക. എന്നിട്ട് എക്സലിൽ പോയിട്ട് പേസ്റ്റ് ചെയ്യുക. അതേപോലെ ΔE/ΔVയും ഇവിടുന്ന് കോപ്പി ചെയ്തിട്ട് എക്സലിലല്ല ഒറിജിനൽ പോയി പേസ്റ്റ് ചെയ്യുക. അങ്ങനെ പേസ്റ്റ് ചെയ്തിട്ടുള്ള റിസൾട്ടാണിത്.
ഇനി ഇതിനെ പ്ലോട്ട് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് കൂടെ നോക്കാം. പ്ലോട്ട് ചെയ്യാൻ ഇത് രണ്ടും മുകളിൽ നിന്ന് സെലക്ട് ചെയ്യുക. പ്ലോട്ടിൽ നമുക്ക് ലൈനല്ലേ നമുക്ക് വേണ്ടത്. അപ്പം ലൈൻ സെലക്ട് ചെയ്യുക. അപ്പോൾ നമ്മളെ ഗ്രാഫ് കിട്ടും. അപ്പോൾ ഈ ഗ്രാഫിൽ ഈ പീക്ക് കിടക്കുന്നത് ഇതാണ് നമ്മളെ എൻ പോയിന്റ്. ഇവിടെ നിന്ന് നമുക്കിങ്ങനെ താഴത്തേക്ക് നോക്കിയാൽ എത്ര ഇതിൻ്റെ വോളിയം എന്നുള്ളത് പറയാൻ പറ്റും. വോളിയം ഓഫ് എൻ വെച്ച് എത്രയെന്നുള്ളത് അക്യുറേറ്റ് ആയിട്ട് മെഷർ ചെയ്യാൻ പറ്റും. ഇങ്ങനെയാണ് നമ്മൾ ഗ്രാഫ് വരക്കേണ്ടത്. ഗ്രാഫ് പേപ്പറിലാകുമ്പോഴും വ്യത്യാസമൊന്നുമില്ല. ഗ്രാഫ് പേപ്പറിൽ നമുക്ക് പ്ലോട്ട് ചെയ്താലും ഇത് ഇവിടുന്ന് സ്കെയിൽ വെച്ച് നീട്ടി വരച്ചാൽ ഇവിടെ എത്രയാണ് എൻ പോയിന്റ് എന്നുള്ളത് കിട്ടും. വ്യത്യാസമൊന്നുമില്ല. ഇവിടെ ആകുമ്പോൾ ഞാൻ കുറച്ചുകൂടെ നല്ല രീതിയിൽ എങ്ങനെ വരക്കാം എന്നുള്ളത് കാണിച്ചു തന്നു. അത്രയേ ഉള്ളൂ. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മൾ പൊട്ടൻഷ്യോമെട്രിക് ടൈട്രേഷൻ ഓഫ് HCl യൂസിങ് സ്റ്റാൻഡേർഡ് NaOH. ഇത്രയേ ഉള്ളൂ എക്സ്പെരിമെൻറ്റ്. ഓക്കെ, താങ്ക് യു. ഇതിൻ്റെ കാൽക്കുലേഷനും കൂടെ ഒന്ന് പറയാനുണ്ട്. ഒരു സ്റ്റെപ്പും കൂടെ പറയാനുണ്ട്. അപ്പോൾ ഇവിടുന്ന് എൻ പോയിന്റ് നമുക്ക് 9.1 ആണ് എക്സ്ട്രാപോളേറ്റ് ചെയ്താൽ കിട്ടുന്നത്. ഇനി ഇത് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്നതും നമുക്ക് എക്സെൽ ഈസി ആയിട്ട് ചെയ്യാം. എക്സെല്ലൊരു ടേബിൾ സെലക്ട് ചെയ്യുക, ഈക്വൽ സൈൻ കൊടുക്കുക. അപ്പോൾ നമുക്ക് കിട്ടിയ വാല്യൂ എന്ന് പറയുന്നത് 9.1 ആണ്. 9.1 ഇൻറ്റു സൈൻ കൊടുക്കുക, ഇൻറ്റു സൈൻ. പിന്നെ 9.1 ഇൻറ്റു നമ്മൾ NaOHൻ്റെ നോർമാലിറ്റി. അത് ഞാനെടുത്ത NaOHൻ്റെ നോർമാലിറ്റി 0.2006 ആണ്. പിന്നെ ഡിവൈഡഡ് ബൈ 20 ml അല്ലേ നമ്മൾ പിപ്പ് ചെയ്തത്. 20 എന്ന് കൊടുത്താൽ നമുക്ക് എൻ്റർ കൊടുത്താൽ ആൻസർ കിട്ടും. അപ്പം ഇതാണ് നമ്മളെ HClൻ്റെ നോർമാലിറ്റി എന്ന് പറയുന്നത് 0.0913. ഇതിപ്പോൾ നമ്മൾ 10 എടുത്ത് 100 ആക്കിയപ്പോഴുള്ള നോർമാലിറ്റിയാണ്. അപ്പോൾ നമ്മളെ സ്റ്റോക്കിൻ്റെ നോർമാലിറ്റി എന്ന് പറയുന്നത് ഇതിനെ ഇൻറ്റു 10 കൊടുത്തതായിരിക്കും. അപ്പോൾ എത്രയായിരിക്കും? 0.9127 എന്നായിരിക്കും കിട്ടുക. ഓക്കെ, അപ്പോൾ ഇത്രയേ ഉള്ളൂ. നമുക്ക് ഇതിൻ്റെ കാൽക്കുലേഷൻ ഭാഗം വരെ പറഞ്ഞു കഴിഞ്ഞു. ഓക്കെ, താങ്ക് യു.